Unacademy education selection process എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത് എന്നൊക്കെ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ രണ്ടും കണ്ടില്ലെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കാണുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലൊരു 3 മിനിറ്റ് ഡെമോ ക്ലാസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ആ 3 മിനിറ്റ് ഡെമോ ക്ലാസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 3 മിനിറ്റ് ഡെമോ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ 3 മിനിറ്റ് ഡെമോ ക്ലാസ്സിലൂടെയാണ് അൺഅക്കാദമിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മുടെ ടീച്ചിങ് സ്കിൽസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അനലൈസ് ചെയ്യുന്നത്. സോ ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഞാനതിൻ്റെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനത് പറഞ്ഞുതരാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഈ 3 മിനിറ്റ് ഡെമോ ക്ലാസ്സിന് ഒരു ടോപ്പിക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ആ ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ടോപ്പിക് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ടീച്ച് ചെയ്ത് അല്ല പഠിപ്പിച്ച് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ള ഒരു ടോപ്പിക്ക് വേണം നമ്മൾ എടുക്കാൻ. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ്, നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കണം, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കണം, അല്ലെങ്കിൽ ടീച്ച് ചെയ്യാൻ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു ടോപ്പിക് ആയിരിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് ഇതിൽ ഒരുപാട് പഠിപ്പിക്കാനായിട്ട് നമുക്ക് PPTs യൂസ് ചെയ്യാം, അതുപോലെ തന്നെ PDF യൂസ് ചെയ്യാം, നമുക്ക് ഹാൻഡ് റിട്ടൺ നോട്ട്സ്, ഫോട്ടോസ് യൂസ് ചെയ്യാം. അപ്പം ഏറ്റവും നല്ല ഒരു മെറ്റീരിയൽ വേണം നമ്മൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്യാൻ. അപ്പം നമ്മൾ പഠിപ്പിക്കുന്നത് കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്സ് ആണെങ്കിൽ, ഫിസിക്സോ മാത്തമെറ്റിക്സോ ഒക്കെ ആണെങ്കിൽ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. വളരെ മനോഹരമായിട്ട് കളർ ഒക്കെ യൂസ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് എഴുതിയ ഒരു നല്ല ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണ് ഏറ്റവും നല്ലത്. പക്ഷെ നിങ്ങൾക്ക് PPTയും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ ടീച്ചിങ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ സോ ദ സെക്കൻഡ് പോയിന്റ് ഈസ് യൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് മെറ്റീരിയൽ. അപ്പോൾ ഏറ്റവും നല്ല മെറ്റീരിയൽ, ആ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാൻ ആവശ്യമായ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ, അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ചൂസ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. നമുക്കറിയാം, നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ടോപ്പിക്ക് വെറുതെ അങ്ങ് ലെക്ചർ ചെയ്താൽ സ്റ്റുഡൻസിന് അത് ഇൻട്രസ്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിന് ആവശ്യമായ പോസസും അതുപോലെ തന്നെ അതിൻ്റേതായ ടോൺ വേരിയേഷൻസും ഒക്കെ നമ്മൾ ആവശ്യമായ പോയിന്റ്സ് സ്ട്രെസ് ചെയ്തും ഒക്കെ വേണം ക്ലാസ് എടുക്കാൻ. അപ്പോൾ ദ തേർഡ് പോയിന്റ് ഈസ് ഗിവ് ഇനഫ് പോസസ്, പിന്നെ വോയിസ് മോഡുലേഷൻസ്, എവറിഥിങ് ഇൻ യുവർ ക്ലാസ്സസ്. അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പം അൺഅക്കാദമി എഡ്യൂക്കേറ്റേഴ്സ് ആപ്പിൽ എഡ്യൂക്കേറ്റേഴ്സിന് യൂസ് ചെയ്യാൻ, നമുക്കറിയാം ഇതൊരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൂൾസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ അൺഅക്കാദമി ആപ്ലിക്കേഷനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടൂൾസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. ഈ ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ടൂൾസ് യൂസ് ചെയ്യണം. അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട്, അതുപോലെ നമുക്ക് ഡ്രോ ചെയ്ത് വരച്ച് കൊടുക്കാനായിട്ടും ഒക്കെയുള്ള ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ടൂൾസ് ഒക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. നമ്മൾ വേറൊരു പോയിന്റിനെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ നോട്ടിലുള്ള വേറെ എന്തെങ്കിലും ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ പോയിന്റർ ത്രൂ ഔട്ട് ചുമ്മാ ആവശ്യമില്ലാതെ കുത്തി വരയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് എവിടെയാണോ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അവിടെ. പിന്നെ നമുക്ക് കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വളരെ നമ്മുടെ ഒരു ലോജിക് ഉണ്ട്. നമ്മൾ പഠിപ്പിക്കാൻ നമുക്കറിയാം ഏതൊക്കെ പോയിന്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്, ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് കൊടുക്കേണ്ടത്, അവിടെയൊക്കെ മാത്രം ഈ ടൂൾസ് ഉപയോഗിക്കുക. അപ്പോൾ ടൂൾസൊക്കെ നന്നായിട്ട് യൂസ് ചെയ്ത് നല്ല മെറ്റീരിയലൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക്ഗ്രൗണ്ട് നോയിസസ് ഒഴിവാക്കണം. അപ്പം നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്നാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നതെങ്കിൽ വീട്ടിൽ ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെയൊക്കെ സൗണ്ടോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ നോയിസസ് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് നോയിസസ് ഒരു കാരണവശാലും നിങ്ങൾ ഡെമോ കൊടുക്കുന്ന ഈ 3 മിനിറ്റ് ഡെമോ ക്ലാസ്സിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവർ പ്രത്യേകം പറയുന്നുണ്ട് നമ്മുടെ വോയിസ് ക്ലാരിറ്റി ഗുഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഡെമോ ക്ലാസ് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് എടുത്താലും ഒരു പ്രാക്ടീസിന് ശേഷം മാത്രമേ ഡെമോ ക്ലാസ് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമുക്കതിലൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡെമോ ക്ലാസ് എടുത്തതിന് ശേഷം നമുക്കതൊന്ന് കാണാൻ പറ്റും. കണ്ടതിന് ശേഷം എവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക്, എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയിസസോ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഹൈലൈറ്ററോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ
എടുക്കാം. അതിനുശേഷം നമുക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന ഒരു ഡെമോ ക്ലാസ് മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി. സോ ഇത്രയും ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ഈ ഡെമോ ക്ലാസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമ്മുടെ ഡെമോ ക്ലാസ് ക്ലിയർ ആയി പോകും. ഇത് കഴിഞ്ഞ് ഈ ഡെമോ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട സ്റ്റെപ്സിനെ പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോസ് ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഡെമോ ക്ലാസ്സസിനെ കുറിച്ചോ അല്ലെങ്കിൽ അൺഅക്കാദമിയുടെ ബാക്കിയുള്ള എന്തെങ്കിലും പ്രോസസ്സിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം.